ഇന്ന് നമ്മൾ നല്ലൊരു കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ഇവിടെ 400 ഗ്രാം അളവിൽ കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് അതിൽ 10 മിനിറ്റ് ഒന്ന് ഇട്ട് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെറിയൊരു പീസ് അളവ് ഇഞ്ചിയും അതുപോലെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടെ തന്നെ എരിവിനാവശ്യമായിട്ട് 2 ചെറിയ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വട്ടത്തിലരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുഴമ്പ് രൂപത്തിലൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ അതാ ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാകേണ്ടത്. നന്നായിട്ട് ലൂസാകാനോ അതുപോലെ തന്നെ ഒത്തിരി കട്ടിയായിട്ട് ഉണ്ടാകാനോ പാടില്ല. കോളിഫ്ലവർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കോളിഫ്ലവറിനെ നന്നായിട്ട് പൊതിഞ്ഞ് നിൽക്കുന്ന പാകത്തിലായിരിക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് ഉണ്ടാവേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കോളിഫ്ലവർ പൊട്ടിപ്പോകാതെ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അതുകൊണ്ട് നമുക്കിതൊന്ന് കൈ കൊണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് തിരുമ്മി പിടിപ്പിക്കാം. ഈ ഒരു പാകത്തിലാണ് കേട്ടോ. ഇതിനി ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. കോളിഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതേ രീതിയിലൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്ന് ഒരു ഗോൾഡൻ കളർ ആകുന്ന ടൈമിൽ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കോളിഫ്ലവർ നമ്മൾ എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. മൊത്തത്തിലങ്ങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ ഇതേ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചൂടോടുകൂടെ കഴിക്കാൻ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കി വന്ന ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ. എല്ലാവർക്കും തന്നെ ഇഷ്ടമാകുന്ന നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. ചൂടോടുകൂടെ തന്നെ കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്കങ്ങ് പോരാ. അതുപോലെ തന്നെ വെജിറ്റേറിയൻകാർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്